നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ മുഴുവൻ വാർത്തകളും സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുന്ന വാർത്താ സന്ധ്യ ആരംഭിക്കുന്നു. നമ്മൾ തുടങ്ങുന്നത് ഏറ്റവും അപ്രതീക്ഷിതമായി ഇന്നുണ്ടായ ഒരു വിയോഗ വാർത്തയിലാണ്. വാണി ജയറാമിന് അന്ത്യാഞ്ജലി. പ്രശസ്ത പിന്നണി ഗായിക വാണി ജയറാം അന്തരിച്ചു. ചെന്നൈയിലായിരുന്നു അന്ത്യം. കിടപ്പുമുറിയിൽ പരുക്കേറ്റ നിലയിൽ കണ്ടെത്തിയ വാണി ജയറാമിനെ റോയപ്പേട്ട സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അപ്രതീക്ഷിത മരണത്തിന്റെ ഞെട്ടലിലാണ് സിനിമാ ലോകം മുഴുവൻ. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ബസന്ത് നഗർ വൈദ്യുതി ശ്മശാനത്തിൽ നടക്കും. 5 പതിറ്റാണ്ട് നീണ്ട സംഗീത സബരിക്ക് അപ്രതീക്ഷിത വിരാമം. ഇന്നലെ രാത്രി കിടന്നുറങ്ങിയ വാണിയമ്മ രാവിലെ കതക് തുറക്കാത്തതിനെ തുടർന്ന് വീട്ടിലെ ജോലിക്കാരിയാണ് ബന്ധുക്കളെ വിവരമറിയിച്ചത്. തുടർന്ന് ബന്ധുക്കളെത്തി നടത്തിയ പരിശോധനയിലാണ് കിടപ്പുമുറിയിൽ തലയ്ക്ക് പരിക്കേറ്റ നിലയിൽ വാണി ജയറാമിനെ കണ്ടെത്തിയത്. രാവിലെ 10:30 പോലീസ് എത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും രക്ഷിക്കാനായില്ല. രാത്രിയിൽ എഴുന്നേറ്റപ്പോൾ വീണ് മേശയിൽ തലയിടിച്ചാണ് പരിക്കേറ്റതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം രാത്രിയോടെ മൃതദേഹം നുങ്കൻപാക്കം ഹഡോസ് റോഡിലെ വീട്ടിലെത്തിക്കും. നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ വാണിയമ്മയെ ഈ വർഷം രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിരുന്നു. ശ്രീകാന്ത് ഗൗരീശ ഭട്ടത്തിനൊപ്പം ചെന്നൈയിൽ നിന്ന് മനീഷ് മൂർത്തി, 24. അനശ്വര ഗാനങ്ങളിലൂടെ വാണി ജയറാം ജീവിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. വാണി ജയറാമിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് സംഗീത ലോകം. ഏറെ ആത്മബന്ധമുള്ളയാളായിരുന്നു വാണി ജയറാമെന്ന് സംഗീത സംവിധായകൻ ശ്രീകുമാരൻ തമ്പിയും ഗായിക KS ചിത്രയും അനുസ്മരിച്ചു. സഹോദരിയെ നഷ്ടമായ വേദനയെന്ന് MG ശ്രീകുമാർ പറഞ്ഞു. അതീവ ദുഃഖകരമെന്ന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അനുസ്മരിച്ചു. എനിക്ക് മറ്റ് പിന്നണി ഗായകന്മാരെ പോലെയല്ല, എനിക്ക് വാണി ശരിക്കും അനിയത്തെ പോലെ, സ്വന്തം സിസ്റ്ററെ പോലായിരുന്നു. എന്നെ അങ്ങനെയായിരുന്നു, എന്നെ വലിയ ഇഷ്ടമായിരുന്നു. അവർ ഏത് ഇന്റർവ്യൂവിലും എന്റെ പേര് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഏറ്റവും കൂടുതൽ പാട്ട് മലയാളത്തിൽ പാടിയത് എന്റേതാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത ഒരു ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് ആയിരുന്നു. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പറയാൻ പറ്റുന്നില്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ സ്വന്തം അനിയത്തി മരിച്ച പോലെ എനിക്ക് തോന്നുന്നു. ഭയങ്കര സഹിക്കാൻ പറ്റുന്നില്ല. ഏറ്റവും കൂടുതൽ ഗ്രാസ്പിംഗ് പവർ ഉള്ള ഒരു സിംഗറായിട്ടാണ് വാണിയമ്മ പറഞ്ഞിരുന്നത്. ഏത് പാട്ടാണെങ്കിലും ഒരുമിച്ച്, ഞാൻ അമ്മയുടെ കൂടെ ഒരുമിച്ച് പാടിയിട്ടുണ്ട്. ഫീമെയിൽ ഡിവറ്റ്സ് ഞാൻ ഒരുപാട് അമ്മയായിട്ട് ചേർന്ന് പാടിയിട്ടുണ്ട്. പെട്ടെന്ന് പഠിക്കും, ഒരു 5 മിനിറ്റ് പോലും വേണ്ട പാട്ട് പഠിക്കാൻ, അത്ര വേഗത്തിൽ പാട്ട് പഠിക്കും. ഒരു വലിയ ഷോക്കും ഒട്ടും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ഹാപ്പനിങ് ആയിപ്പോയി എന്ന് പറയേണ്ടി വരും. വേറെ ഒന്നും എന്താ പറയേണ്ടെന്ന് അറിഞ്ഞൂടാ. ഇന്ന് എനിക്ക് വളരെ ഷോക്കായിട്ടാണ് ഞാൻ കേട്ടത്. എത്രയോ വർഷങ്ങളായിട്ടുള്ള ആത്മബന്ധമാണ്. കാരണം ഞാൻ സിനിമയിൽ പാടാൻ 1983 മദ്രാസിൽ പോയപ്പോൾ തൊട്ട് പരിചയമുള്ള ഒരു വ്യക്തിയാണ് വാണി ജയറാം. ആ അമ്മയുടെ കാര്യങ്ങളാണ്. അമ്മയെ കണ്ടു പഠിക്കാനാണ് നമ്മുടെ ടോപ്പ് സിംഗറിൽ പോലും ഞാൻ കുട്ടികളുടെ അടുത്ത് ഒരു 1000 പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ട്. സീസൺ 1ലും 2ലും ഇപ്പം നടക്കുന്ന സീസണിലും. കാരണം അമ്മ പാടുന്ന, മൈക്ക് പിടിക്കുന്നത്, അത് കണ്ടു പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. തനതായ ശൈലിയുടെ ഒരു ഉടമയാണ്, അല്ലാതെ ആരെ അനുകരിക്കുന്ന ഒരു ശൈലിയല്ല. നമുക്ക് ഒരു നഷ്ടമെന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിലമതിക്കാൻ പറ്റാത്ത ഒരു നിധിയാണ് നമ്മളെ മലയാളികൾക്ക് നഷ്ടമായത്. നമുക്ക് മലയാളികൾക്ക് മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലുള്ളവർക്കും ഏറ്റവും ഒരു ദുഃഖകരമായിട്ടുള്ളൊരു സമയമായിരിക്കും അത്. കാരണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യം വെച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ കുട്ടിക്കാലത്ത് ഏറ്റവും ഇതാക്കിയത് സുശീലാമ്മ, ജാനകിയമ്മ, വാണിയമ്മ, ഇവരൊക്കെ തന്നെയാണ്. ഇവരുടെ പാട്ടുകൾ കേട്ടാണ് നമ്മളെല്ലാവരും തന്നെ, ഈ തലമുറയിലുള്ള എല്ലാവരും തന്നെ വളർന്നിട്ടുള്ളത്. അതിൽ ഏത് നല്ലത് ഏത് ചീത്ത അങ്ങനെ പറയാൻ പറ്റില്ല. വാണിയമ്മ പാടിയിട്ടുള്ള പാട്ടുകളിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10,000 പാട്ടുകൾക്ക് മുകളിൽ വാണിയമ്മ പാടിയിട്ടുള്ളൂ. ഒരുപക്ഷെ സുശീലാമ്മയുടെ അത്രയോ ജാനകിയമ്മയുടെ അത്രയും പാടിയിട്ടില്ലായിരിക്കാം എണ്ണത്തിൽ. പക്ഷേ ഏത് പാട്ട് എന്ന് നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല വാണിയമ്മയുടെ. ഇന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഇന്ന 10 പാട്ടിൽ ഇത് നല്ലത് അത് ചീത്ത അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാം നല്ലതെന്ന് നമുക്ക് തോന്നുള്ളൂ. അതായിരുന്നു വാണിയമ്മയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ തമിഴില് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു പാട്ട് ഞാനിപ്പോ പെട്ടെന്ന് ഓർക്കുന്നു. MSVയുടെ ഒരു പാട്ട്. അസാധ്യമായിട്ടുള്ള ഒരു കമ്പോസിംഗ് ആണ് അത്. അങ്ങനെ എളുപ്പത്തിലൊന്നും പാടാൻ പറ്റില്ല. അത്ഭുതകരമായിട്ടാണ് അവർ പാടിയത്. അവർക്ക് പ്രയാസമുള്ള സംഗതിയാണ് ആദ്യം പെട്ടെന്ന് പാടാൻ പറ്റുന്നത്. അത്ര അനായാസമായിട്ട് പാടുന്ന ഒരു അമ്മയാണ് വാണിയമ്മ. ഞാൻ എപ്പോഴും ആദരിക്കുന്ന ഗായികയാണ്. ഇപ്പൊ പറഞ്ഞതുപോലെ തിരുവോണപ്പുലരിയാണ് എനിക്ക് അവരുടെ ഏറ്റവും ഓണക്കോടി പോലെ സുന്ദരമായ ഒരു പാട്ട്. ആ പാട്ടുകാരി നമ്മളിൽ നിന്നും
വിട്ടുപോയി എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റില്ല. വളരെ അവർക്ക് വളരെ സന്തോഷമുള്ള ഒരു സമയത്താണ് അവർ പോയത്. അവർക്ക് ആ പത്മ അവാർഡ് കയ്യിൽ വാങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഏതായാലും ഞാൻ എൻ്റെ ദുഃഖം അറിയിക്കുന്നു. ഇനി ഇന്നത്തെ മറ്റു വാർത്തകളിലേക്ക്. അധിക നികുതിയിൽ സർക്കാർ പിന്നോട്ടു. മുന്നണിക്കകത്തും പുറത്തും നിന്നുള്ള ശക്തമായ സമ്മർദ്ദത്തിന് പിന്നാലെ സംസ്ഥാന ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങളിൽ ഇളവിന് സാധ്യത തെളിയുന്നു. ബജറ്റ് ചർച്ചയ്ക്ക് ധനമന്ത്രി മറുപടി പറയുമ്പോൾ 2 രൂപ ഇന്ധന സെസ് 1 രൂപയാക്കി കുറയ്ക്കാനാണ് ആലോചന. ബജറ്റിലുള്ളത് നിർദ്ദേശങ്ങൾ മാത്രമാണെന്നും ചർച്ച ചെയ്തായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക എന്നും CPIM-ന്റെയും CPI-യുടെയും സംസ്ഥാന സെക്രട്ടറിമാർ വ്യക്തമാക്കി. അതേസമയം ബജറ്റിനെക്കുറിച്ച് പ്രതികരിക്കാൻ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിസമ്മതിച്ചു. പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കുന്നതിനിടെയാണ് CPIM-നുള്ളിലും LDF-ലും ഇന്ധന സെസ്സിനെതിരെ എതിർപ്പുയരുന്നത്. ജനങ്ങൾക്കിടയിലും ശക്തമായ വികാരം ബജറ്റ് തീരുമാനത്തിനെതിരെ ഉണ്ടെന്ന വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇളവിനെക്കുറിച്ച് ധനവകുപ്പ് ആലോചിക്കുന്നത്. നിയമസഭയിൽ തിങ്കളാഴ്ച ആരംഭിക്കുന്ന ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോഴായിരിക്കും ധനമന്ത്രിയുടെ പ്രഖ്യാപനം. നികുതി പൂർണ്ണമായി പിൻവലിക്കില്ല, പകരം 1 രൂപ സെസ്സിൽ കുറവ് വരുത്തും. എറണാകുളത്തുള്ള മുഖ്യമന്ത്രിയും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. ഇന്ധന വിലവർദ്ധനവിന് കാരണം കേന്ദ്ര നയങ്ങളാണെന്ന് ആരോപിച്ച MV ഗോവിന്ദൻ സെസ്സിൽ ഇളവുണ്ടായേക്കാമെന്ന സൂചനയും നൽകി. വികസന കുതിപ്പിന് ശക്തിയായ രീതിയിൽ അടിത്തറവാങ്ങി മുമ്പോട്ടേക്ക് പോകുന്ന കേരള ഗവൺമെന്റിന്റെ ബദൽ സംവിധാനത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ തന്നെയാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. വിമർശനങ്ങളും ചർച്ചയൊക്കെ വരുന്നുണ്ട്. ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ഇന്ധന വില മുഴുവൻ കൂട്ടിയത് നിരന്തരമായിട്ട് എത്രയോ 150-200 ഇരട്ടി കൂട്ടിയത് കേന്ദ്ര ഗവൺമെന്റാണ്. ജനാഭിപ്രായം പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനമെന്ന കാനം രാജേന്ദ്രൻ. ജനങ്ങളുടെ പ്രതിഷേധവും ജനങ്ങളുടെ അഭിപ്രായവുമാണ് സഭയിൽ പ്രതിഫലിക്കുന്നത്. തീരുമാനം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ധനമന്ത്രി ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ധന സെസ്സിനെ കുറിച്ച് കേരള നേതാക്കളോട് ചോദിക്കണമെന്നായിരുന്നു സീതാറാം യെച്ചൂരിയുടെ പ്രതികരണം. സെസ്സിൽ പുനഃപരിശോധന ആവശ്യപ്പെടുന്ന കാര്യം CPI ആലോചിച്ചിട്ടില്ലെന്ന് മന്ത്രി P പ്രസാദും വ്യക്തമാക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. സംസ്ഥാന ബജറ്റിലെ ജനവിരുദ്ധ നികുതി നിർദ്ദേശങ്ങൾക്കെതിരെ തീപാറും സമരങ്ങളിലേക്ക് കടക്കുമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. തിങ്കളാഴ്ച മുതൽ നിയമസഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. കോൺഗ്രസ് ഇനി ഹർത്താൽ നടത്തില്ലെന്നും KPCC പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. ബജറ്റിലെ ജനവിരുദ്ധ നിർദ്ദേശങ്ങൾക്കെതിരെ ഇന്ന് കരിദിനം ആചരിക്കുന്ന കോൺഗ്രസ് വരും ദിവസങ്ങളിൽ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കും. സർക്കാർ തീരുമാനം തിരുത്തുന്നതുവരെ സംസ്ഥാനത്ത് തീപാറും സമരങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ. തെരുവോരങ്ങളെ പ്രക്ഷുബ്ധമാക്കുന്ന തീപാറുന്ന സമര പരമ്പരകൾക്ക് കേരളം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ജനവിശ്വാസത്തെയും ജനഹിതത്തെയും അട്ടിമറിച്ച ഗവൺമെന്റുകളൊക്കെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നും പലയിടങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകർ ബജറ്റ് കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചു. തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്ന ബജറ്റിന്മേലുള്ള ചർച്ചയിൽ നിയമസഭയ്ക്കകത്തും പ്രതിപക്ഷം ശക്തമായ നിലപാട് സ്വീകരിക്കും. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച നിയമസഭയിലേക്ക് പ്രതിഷേധ മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ പ്രതിഷേധം ശക്തമാക്കാനാണ് UDF ആലോചന. 24 തിരുവനന്തപുരം. സംസ്ഥാന ബജറ്റിലെ ജനവിരുദ്ധ പ്രഖ്യാപനങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടി യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. എറണാകുളം ഗസ്റ്റ് ഹൌസിന് മുന്നിൽ പ്രതിഷേധത്തിനെത്തിയ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അടക്കം 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഇന്ന് രാവിലെ ഗസ്റ്റ് ഹൌസിൽ നിന്ന് മുഖ്യമന്ത്രി പുറത്തേക്കിറങ്ങുന്നതിന് തൊട്ടു മുമ്പാണ് റെസ്റ്റ് ഹൌസ് ഭാഗത്തു നിന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യ വിളികളുമായി എത്തിയത്. കരിങ്കൊടിയുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടിൻഡോ ആന്റണി ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ശേഷമാണ് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം ഗസ്റ്റ് ഹൌസിൽ നിന്ന് പുറത്തേക്കിറങ്ങിയത്. ബജറ്റിനെതിരെയുള്ള പ്രതിഷേധം മുന്നിൽ കണ്ട് മുഖ്യമന്ത്രിക്ക് കടുത്ത സുരക്ഷയാണ് വഴിനീള ഒരുക്കിയിരുന്നത്. മുഖ്യമന്ത്രിയുടെ പരിപാടി നടക്കുന്ന മറൈൻ ഡ്രൈവിലും പോലീസ് കനത്ത സുരക്ഷ ഒരുക്കിയിരുന്നു. മറൈൻ ഡ്രൈവിലെ എക്സ്പോ പരിപാടിയിൽ പ്രതിപക്ഷ നേതാവിനൊപ്പമായിരുന്നു മുഖ്യമന്ത്രി വേദി പങ്കിട്ടത്. ബജറ്റ് വിഷയത്തിൽ UDF സംസ്ഥാന വ്യാപകമായി ഇന്ന് കരിദിനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുമെന്നാണ് പ്രഖ്യാപനം. ഇതിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രിക്കെതിരായ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധം.
24 കൊച്ചി. തിരികെ വാർത്താസന്ധ്യയിലേക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഇനി ജഡ്ജി നിയമനത്തിൽ കൊളീജിയം ശുപാർശ കേന്ദ്രം അംഗീകരിച്ചു. കൊളീജിയം ശുപാർശ ചെയ്ത 5 പേരെയും നിയമിക്കാൻ കേന്ദ്രം അനുമതി നൽകി. നിയമന ഉത്തരവിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചുവെന്നാണ് സൂചന. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഒടുവിൽ കേന്ദ്രം വഴങ്ങുന്നു എന്നതാണോ നമ്മൾക്ക് ലഭിക്കുന്ന വിവരം? അനുജ, അത്തരത്തിൽ തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. 5 പുതിയ ജഡ്ജിമാരുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ തീരുമാനം എടുത്തിരിക്കുന്നു. കൊളീജിയം ശുപാർശ ചെയ്ത 5 പേരുടെയും നിയമനത്തിന് കേന്ദ്രം അനുമതി നൽകി എന്നാണ് പുറത്ത് വരുന്ന വിവരം. രാഷ്ട്രപതി ഇവരുടെ നിയമന ഉത്തരവിൽ ഒപ്പുവെച്ചു എന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. നേരത്തെ കടുത്ത വിമർശനം തന്നെ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ നടത്തിയിരുന്നു. കൊളീജിയം നിർദ്ദേശിച്ച പേരുകളിൽ തീരുമാനമെടുക്കാതെ വൈകിപ്പിക്കുന്നതിൽ സുപ്രീം കോടതി അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ പുതിയ നിയമനം നടന്നിരിക്കുന്നത് ജസ്റ്റിസുമാരായ പങ്കജ് മിത്തൽ, സഞ്ജയ് കരോൾ, PV സഞ്ജയ് കുമാർ, അസറുദ്ദീൻ അമാനത്തുള്ള, മനോജ് മിശ്ര എന്നീ 5 പേരുകളാണ് പുതിയതായി അനുമതി നൽകിയിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം. സുപ്രീം കോടതിയിൽ 34 ജഡ്ജിമാരുടെ ഒഴിവുകൾ 34 ജഡ്ജിമാരുണ്ടെങ്കിലും നിലവിൽ 27 പേർ മാത്രമാണ് ഉള്ളത്. 7 ഒഴിവുകൾ നിലവിൽ ഉണ്ട്. ഇതിലേക്ക് ആദ്യഘട്ടത്തിൽ 5 പേരുടെ പേരുകൾ ശുപാർശ ചെയ്തെങ്കിലും അക്കാര്യത്തിൽ തീരുമാനമെടുക്കാതെ വൈകിക്കുകയായിരുന്നു. തുടർന്ന് മറ്റ് 2 പേരുകൾ കൂടി കൊളീജിയം ശുപാർശ ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ കൊളീജിയം ശുപാർശ ചെയ്ത 5 പേരുകൾക്കാണ് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അനുജ. ശരി, സുപ്രീം കോടതിയുടെ താക്കീതിന് മുന്നിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ വഴങ്ങിയിരിക്കുന്നു. കൊളീജിയം ശുപാർശ ജഡ്ജിമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് 5 ജഡ്ജിമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൽ കേന്ദ്രം വഴങ്ങിയിരിക്കുന്നു. രാഷ്ട്രപതി നിയമന ഉത്തരവിൽ ഒപ്പുവെച്ചു എന്ന സൂചനയും ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. അടുത്ത വാർത്ത, മരണക്കുഴിയിൽ കൊച്ചിയിൽ വാട്ടർ അതോറിറ്റിയുടെ കുഴിയിൽ വീണ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. എറണാകുളം കങ്ങരപ്പടി സ്വദേശി ശ്യാമിൽ സുനിൽ ജേക്കബാണ് മരിച്ചത്. വാട്ടർ അതോറിറ്റി കുഴി കൃത്യമായി മൂടിയിരുന്നില്ലെന്നും അപകട മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിരുന്നില്ലെന്നും ശ്യാമിലിന്റെ ബന്ധുക്കൾ ആരോപിച്ചു. ഈ മാസം 2-ാം തീയതിയാണ് എറണാകുളം കങ്ങരപ്പടിയിൽ അപകടമുണ്ടായത്. വാട്ടർ അതോറിറ്റി പൈപ്പ് മാറ്റാനായി എടുത്ത കുഴിയിൽ ഇരുചക്രവാഹനം വീണാണ് അപകടം. സംഭവത്തിൽ കങ്ങരപ്പടി സ്വദേശി ശ്യാമിൽ സുനിൽ ജേക്കബിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കുഴിയിൽ വീണ ശ്യാമിലിനെ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിലെത്തിച്ചത്. ഞാൻ വീട്ടിൽ നിന്ന് ഓടി വരുമ്പോൾ ആൾ കിടക്കുന്നു. മൂക്കിൽ പാടിന്നൊക്കെ രക്തം കൊടുക്കുന്നുണ്ട്. അപ്പൊ തന്നെ ഒരു കാറ് വന്ന് ആ കാറിൽ കെട്ടി. കുഴി ഈ മേഖലയിലായിരുന്നു തോന്നുന്നു. ഇവിടെ ഏതാണ്ട് ഒരു 1.5-2 മീറ്ററോളം വീതി ആ കട്ട വിരിച്ചേക്കണം. അവിടെ നിന്ന് ഇവിടം വരെ ഈ പൈപ്പിന് കുഴി താത്തിയതാണ്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ 2 ദിവസമായി ചികിത്സയിലായിരുന്നു ഷാമിൽ. അപകടത്തിൽ ഷാമിലിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. വാട്ടർ അതോറിറ്റി കുഴി കൃത്യമായി മൂടിയിരുന്നില്ലെന്നും അപകട സൂചന പോലും സ്ഥലത്ത് വച്ചില്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചു. ഞാൻ ചെല്ലുമ്പോൾ അവിടെ സിഗ്നൽ വെച്ചിട്ടുണ്ട്. 2 ഈ അപകടത്തിൻ്റെ സിഗ്നൽ വെള്ള ഇത് വെച്ചിട്ടുണ്ടായി. അത് വെച്ചേക്കെന്ന് പറഞ്ഞാൽ ആദ്യം ഇതൊന്നും ഉണ്ടായില്ല. ഈ അപകടം നടന്ന് ഈ സംഭവം നടന്നേ പിന്നെ ഇത് വെച്ച് ഞാനത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇന്നലെ ഉച്ചയ്ക്ക് ആ ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ച് ഹോസ്പിറ്റലായിരുന്നു, ക്രിട്ടിക്കൽ സ്റ്റേജ് ആയതിൻ്റെ ഹോസ്പിറ്റലായിരുന്നു. ഞാൻ തിരിച്ചു വരുമ്പോൾ ആ കുഴിയെല്ലാം മൂടി ഭദ്രമായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക ബംഗാളികൾ. അപകടം കഴിഞ്ഞ് 2 മണിക്കൂറിന് ശേഷം അധികൃതർ എത്തി അപായ സൂചന വച്ചു. പിന്നീടാണ് കുഴി മൂടിയതെന്നും ആരോപണമുണ്ട്. 24 കൊച്ചി. മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് S മണികുമാറും കൂടിക്കാഴ്ച നടത്തി. ഇന്ന് രാവിലെ എറണാകുളം ഗസ്റ്റ് ഹൌസിലായിരുന്നു 40 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ച. അതേസമയം മകളുടെ വിവാഹത്തിന് ക്ഷണിക്കാനാണ് ചീഫ് ജസ്റ്റിസ് മുഖ്യമന്ത്രിയെ കണ്ടതെന്ന് ഹൈക്കോടതി PRO അറിയിച്ചു. ഇന്ന് രാവിലെ എറണാകുളം ഗസ്റ്റ് ഹൌസിലെത്തിയാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് S മണികുമാർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. അഭിഭാഷകൻ സൈബി ജോസ് കിടങ്ങൂർ കോഴ വാങ്ങിയ സംഭവത്തിൽ അന്വേഷണം നടക്കുന്നതിനിടെയായിരുന്നു കൂടിക്കാഴ്ച ഏതാണ്ട് 40 മിനിറ്റോളം നീണ്ടു. ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടുയർന്ന അസാധാരണമായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയും ചീഫ് ജസ്റ്റിസും തമ്മിലുള്ള കൂടിക്കാഴ്ച മാധ്യമങ്ങളിൽ വാർത്തയായി. എന്നാൽ മാധ്യമ വാർത്തകൾക്കെതിരെ ഹൈക്കോടതി രംഗത്തെത്തി. കൂടിക്കാഴ്ച സംബന്ധിച്ച് പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണെന്നും തെറ്റായതും കെട്ടിച്ചമച്ചതുമായ വാർത്തകൾ പ്രചരിപ്പിച്ചത് പ്രതിഷേധാർഹമാണെന്നും ഹൈക്കോടതി PRO വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. മകളുടെ വിവാഹത്തിന് ക്ഷണിക്കാനാണ് ചീഫ് ജസ്റ്റിസ് മുഖ്യമന്ത്രിയെ കണ്ടതെന്ന് ഹൈക്കോടതി PRO വാർത്താക്കുറിപ്പിൽ പറയുന്നു. 24 കൊച്ചി.
ജാമിയ മില്ലിയ സംഘർഷ കേസിൽ JNU വിദ്യാർത്ഥി ഷർജിൽ ഇമാം ഉൾപ്പെടെ 11 പേരെ ഡൽഹി സാകേത് കോടതി വെറുതെ വിട്ടു. ഡൽഹി പോലീസ് നൽകിയ കുറ്റപത്രത്തെ കോടതി രൂക്ഷമായി വിമർശിച്ചു. 2019 പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഡൽഹി ജാമ്യ മില്ലിയിൽ നടന്ന പ്രതിഷേധത്തിൽ അറസ്റ്റിലായ ഷർജിൽ ഇമാം, ആസിഫ് ഇക്ബാൽ തൻഹ, സഫൂറ സർഗാർ ഉൾപ്പെടെ 8 പേരെയാണ് ഇന്ന് കോടതി കുറ്റവിമുക്തരാക്കിയത്. യഥാർത്ഥ പ്രതികളെ പിടികൂടുന്നതിൽ ഡൽഹി പോലീസിന്റെ നടപടിയെ ചെറി പിക്കിംഗ് എന്നാണ് അഡീഷണൽ സെഷൻസ് ജഡ്ജി അരുൾ വർമ്മ വിശേഷിപ്പിച്ചത്. ആൾക്കൂട്ടത്തിൽ നിന്ന് പ്രതിയെയും സാക്ഷിയെയും ഡൽഹി പോലീസ് തെരഞ്ഞെടുത്തുവെന്നാണ് കോടതി കണ്ടെത്തൽ. ഇല്ലാത്ത തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം തയ്യാറാക്കിയത്. വിയോജിപ്പും കലാപവും എന്താണെന്ന് തിരിച്ചറിയാൻ അന്വേഷണ ഏജൻസികൾക്ക് കഴിയണമെന്ന ശക്തമായ നിരീക്ഷണവും കോടതിയിൽ നിന്നുണ്ടായി. വിയോജിക്കാനുള്ള അവകാശം ഉയർത്തിപ്പിടിക്കാൻ കോടതി ബാധ്യസ്ഥമാണെന്ന് നിരീക്ഷിച്ചാണ് ഷർജിൽ അടക്കമുള്ള 11 പേരെ വെറുതെ വിട്ടത്. അതേസമയം കേസിൽ മുഹമ്മദ് ഇല്യാസ് കുറ്റക്കാരനാണെന്നും കോടതി കണ്ടെത്തി. ജാമ്യ മില്ലിയയിൽ പ്രതിഷേധിച്ചവരും പോലീസും തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. കേസിൽ 2021 ഷർജിലിന് ജാമ്യം ലഭിച്ചിരുന്നു. 2020 ഡൽഹി കലാപത്തിൽ പ്രതിചേർക്കപ്പെട്ട ഷർജിൽ ഇമാം ഇപ്പോൾ ജയിലിലാണ്. 24 ഡൽഹി. അദാനി വിവാദത്തിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം തുടങ്ങി. ഓഹരി തട്ടിപ്പ് ആരോപണത്തിൽ അദാനിക്കെതിരെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയത്. വിഷയത്തിൽ റിസർവ് ബാങ്കും സെബിയും ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രതികരിച്ചു. കമ്പനി നിയമത്തിലെ ചട്ടം 206 പ്രകാരമാണ് അദാനി ഗ്രൂപ്പിനെതിരെ കേന്ദ്ര സർക്കാർ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. സമീപകാലത്ത് നടത്തിയിട്ടുള്ള ഇടപാടുകളെക്കുറിച്ച് അദാനി ഗ്രൂപ്പ് സമർപ്പിച്ച രേഖകളാണ് പരിശോധിക്കുന്നത്. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിലെ ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിലാണ് പ്രാഥമിക അന്വേഷണം. ആവശ്യമെങ്കിൽ കമ്പനിയുടെ ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് ബുക്ക് അടക്കം വിളിച്ചുവരുത്തി പരിശോധിക്കാൻ കമ്പനി നിയമത്തിലെ ചട്ടം 206 അനുസരിച്ച് കഴിയും. അതിനിടെ സെബിയും അദാനിക്കെതിരെ പ്രാഥമികമായ അന്വേഷണം തുടങ്ങിയതായാണ് വിവരം. ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് പിറകെ അദാനിക്കെതിരെ ആദ്യമായാണ് അന്വേഷണം നടക്കുന്നത്. വിഷയത്തിൽ റിസർവ് ബാങ്കും സെബിയും ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രതികരിച്ചു. LICയും ബാങ്കുകളും നേരത്തെ തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി പറഞ്ഞു. ബാങ്കിംഗ് മേഖലയുടെ സ്ഥിരത നിരീക്ഷിച്ചു വരികയാണെന്ന് RBI അറിയിച്ചിരുന്നു. നിലവിൽ ആശങ്കകൾക്ക് വകയില്ലെന്നും RBIയും SBI മേധാവി ദിനേശ് ഖേരയും വ്യക്തമാക്കിയിരുന്നു. 24 ഡൽഹി. ജനിക്കാത്ത കുഞ്ഞിന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ജനന സർട്ടിഫിക്കറ്റ് നൽകിയ സംഭവത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റിനെതിരെ കേസ്. അന്വേഷണ വിധേയമായി അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു. മെഡിക്കൽ കോളേജ് കിയോസ്കിലെ താത്കാലിക ജീവനക്കാരി രഹന നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കളമശ്ശേരി പോലീസാണ് കേസെടുത്തത്. ഈ അനിൽകുമാർ സാർ എന്ന് പറഞ്ഞാൽ ഈ സാറ് സൂപ്രണ്ട് ഓഫീസിലത്തെ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്ററാണ്. ആ വ്യക്തി 2 ആഴ്ചത്തോളമായി ഇങ്ങനൊരു കിയോസ്കിനെ കുറിച്ചും കാസ്പിനെ കുറിച്ചും ഇങ്ങനൊരു പ്രസൻറ്റേഷൻ ഉണ്ട്. മറ്റേ കളക്ട്രേറ്റിൽ ഇങ്ങനത്തെ ഒരു ഇതുണ്ട്, അതിനെക്കുറിച്ച് പ്രസൻറ്റേഷൻ ചെയ്യാനുണ്ട്. അതിൻ്റെ എല്ലാ ഫുൾ ഡീറ്റെയിൽസും വേണം. പ്രോസസ്സ് എങ്ങനെയാണ്, സർട്ടിഫിക്കറ്റ് എങ്ങനെ കിട്ടും, എപ്പോൾ കിട്ടും, ഇത് എവിടെ നിന്നാണ് കളക്ട് ചെയ്യണേ എന്ന എല്ലാ ഡീറ്റെയിൽസും ചോദിക്കാം. പ്രസൻറ്റേഷൻ്റെ ഇതായതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തായിരുന്നു. ജനുവരി 31 സൂപ്രണ്ട് ഓഫീസിലെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റായ അനിൽകുമാറാണ് ജനനമരണ രജിസ്ട്രേഷൻ കിയോസ്കിലേക്ക് വ്യാജ ഫയൽ എത്തിച്ചതെന്നാണ് ജീവനക്കാരി രഹന പറയുന്നത്. സൂപ്രണ്ടിന്റെ സ്പെഷ്യൽ കേസെന്നായിരുന്നു അറിയിച്ചിരുന്നത്. ഇവർ നടത്തിയ പരിശോധനയിൽ ആശുപത്രിയിൽ ഇത്തരത്തിലൊരു പ്രസവം നടന്നിട്ടില്ലെന്ന് വ്യക്തമാവുകയും തുടർന്ന് കളമശ്ശേരി പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. 1-ാം തീയതി ലേബർ റൂമിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ടിരുന്ന ഫയലിൽ ഈ സാറ് കൗണ്ടറിൽ ഞങ്ങൾ ലേബർ റൂമിൽ നിന്ന് വന്ന് കൗണ്ടറിൽ വന്നിരുന്നപ്പോൾ ഫയൽ കയറ്റി വെച്ചായിരുന്നു. പക്ഷെ എനിക്കറിയില്ലായിരുന്നു അതിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് അനിൽ സാറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞ് അത് സൂപ്രണ്ടിൻ്റെ സ്പെഷ്യൽ കേസാണ്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ നമുക്കൊന്നും പറയാൻ, കാരണം സർട്ടിഫിക്കറ്റ് നമ്മൾ ഓൾറെഡി ഇഷ്യൂ ചെയ്തു പോയി. സൂപ്രണ്ട് ഭീഷണിപ്പെടുത്തിയെന്നും രഹന പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. രഹനയുടെ പരാതിയിൽ കളമശ്ശേരി പോലീസ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇയാളുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ഉടൻ കടന്നേക്കും. അനിൽകുമാറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. സംഭവത്തെപ്പറ്റി മെഡിക്കൽ സൂപ്രണ്ടിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അടിയന്തര അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. DMO തലത്തിലുള്ള വിശദമായ അന്വേഷണത്തിന് ശേഷം ശക്തമായ നടപടി സ്വീകരിക്കുന്നതാണെന്ന് മന്ത്രി അറിയിച്ചു. ശ്രീജിത്ത് ശ്രീകുമാരൻ, 24 കൊച്ചി. തിരുവനന്തപുരം മ്യൂസിയം ജംഗ്ഷനിൽ വീണ്ടും സ്ത്രീക്ക് നേരെ ആക്രമണം. കനകനഗറിൽ വെച്ച് ബൈക്കിലെത്തിയ സംഘം മർദ്ദിച്ചെന്നാണ് യുവതിയുടെ പരാതി. മ്യൂസിയം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഇന്നലെ രാത്രി 11:30യോടെയാണ് സംഭവം. കനകക്കുന്നിൽ നടക്കുന്ന സാഹിത്യോത്സവത്തിൽ പങ്കെടുത്ത ശേഷം പിൻവശത്തെ വഴിയിൽ കൂടി നടന്നു വരുമ്പോഴായിരുന്നു തൃശൂർ സ്വദേശി ആക്രമിക്കപ്പെട്ടത്. ബൈക്കിലെത്തിയ 2-അംഗ സംഘം സ്ത്രീയെ മർദ്ദിക്കുകയും ശരീരത്തിൽ കടന്നുപിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. സ്ത്രീ കുതിരമാറിയതോടെ അക്രമി സംഘം രക്ഷപ്പെട്ടു. പിന്നാലെ സ്ത്രീ മ്യൂസിയം പോലീസിൽ പരാതി നൽകി.
പോലീസ് രാത്രി തന്നെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സ്ത്രീ ആക്രമിക്കപ്പെട്ട റോഡിൽ CCTV ക്യാമറകളില്ല. അക്രമി സംഘത്തെ സ്ത്രീയും വ്യക്തമായി കണ്ടിട്ടില്ല. സമീപ റോഡുകളിലെ CCTV ക്യാമറകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. സ്ത്രീയുടെ കഴുത്തിലുണ്ടായിരുന്ന മാല പൊട്ടിക്കാൻ നടത്തിയ ശ്രമമെന്നും പോലീസ് സംശയിക്കുന്നു. 24 തിരുവനന്തപുരം. ഇന്നത്തെ വാർത്താ സന്ധ്യ അവസാനിക്കുന്നു.